വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെയൊക്കെ പിന്തുണ ആവശ്യമാണ്. എന്നാൽ നാട്ടിൽ പ്രവാസി സംരംഭങ്ങൾക്ക് തുരങ്കം വെക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, സംഘടനകളും പൊതുസമൂഹത്തിനും പ്രവാസിയുടെ നിക്ഷേപത്തോടെ ഇരട്ടത്താപ്പുണ്ടെന്ന് പറയുന്നത് ദുബൈയിലെ ബാങ്ക് ജീവനക്കാരനായ അബ്ദുൽ അസീസ്. നാട്ടിലെ ചെറുകിട സംരംഭം പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഗൾഫിലേക്ക് വിമാനം കയറിയ ഒരു പ്രവാസി കൂടിയാണ് അദ്ദേഹം. 8 വർഷത്തെ പ്രവാസ ജീവിതം കൊണ്ട് സമ്പാദിച്ചതുമായാണ് കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശി അബ്ദുൽ അസീസ് നാട്ടിൽ റെസ്റ്റോറന്റ് ആരംഭിച്ചത്. പക്ഷേ 1.5 വർഷം കൊണ്ട് മടവൂരിലെ സംരംഭം അടച്ചുപൂട്ടേണ്ടി വന്നു. ഗൾഫുകാരന്റെ സംരംഭങ്ങളോട് ജനങ്ങൾക്കും ഇരട്ടത്താപ്പുണ്ടെന്നാണ് അബ്ദുൽ അസീസിന്റെ അനുഭവം. കാരണം ഇവിടുന്ന് പോകുന്ന ഒരു പ്രവാസിനെ പരമാവധി ചൂഷണം ചെയ്യാനാണ് നാട്ടിലുള്ള ആൾക്കാർ എപ്പോഴും അവരെ മനസ്സിലുള്ളത്. പിന്നെ ഇവിടുന്ന് നമ്മൾ പ്രവാസികൾ രണ്ടാം തരക്കാരായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നത്. അതേമാതിരി തന്നെ നാട്ടിൽ പോയാൽ അവിടെയും അതേമാതിരി തന്നെ അവർ കാണുന്നത്. കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ കൈക്കൂലി കൊടുത്തേ പറ്റൂ. ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ ശക്തികളെ തിരിച്ചറിഞ്ഞ് പ്രീണിപ്പിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ല. അവരെ സംഘടനയെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായും അതിനെതിരായി ചില പ്രവർത്തനങ്ങൾ എല്ലാവിധ സംരംഭങ്ങൾക്കെതിരെ ഉണ്ടാവാറുണ്ട്. പ്രവാസികളോട് കേരളം പുലർത്തുന്ന കാഴ്ചപ്പാട് മാറാതെ അവരുടെ സംരംഭങ്ങളും വിജയിക്കില്ലെന്ന് അബ്ദുൽ അസീസ് ഉറപ്പിച്ചു പറയുന്നു. നാട്ടിൽ നഷ്ടപ്പെട്ട ലക്ഷങ്ങൾ ഇദ്ദേഹത്തെ പഠിപ്പിച്ച പാഠവും അതാണ്. മൊയിനുദ്ദീനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.